പുള്ളിയുടെ ഭാഗത്തു നിന്ന്, അതായത് പുള്ളിക്ക് ഈ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഇത് പുള്ളി ചെയ്യാം എന്ന് പുള്ളി പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ നേരത്തെ ഇത് സൂചിപ്പിച്ചു. കാരണം ഇതിനകത്തൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ഇത് ജനകീയമാകും എന്നുള്ളത് കൊണ്ടാണല്ലോ പുള്ളി അത് പറഞ്ഞത്. പിന്നെ എൻ്റെ സിനിമ തുടങ്ങുന്നത് ശരിക്കും മുരളിയുടെ കടയിൽ നിന്നായിരുന്നു. സിനിമയുടെ ഫസ്റ്റ് സീൻ, കടയിൽ ആ പെയിൻ്റ് അടിക്കാൻ വരുന്നവനോട് നാളെ വരുമെന്ന് ചോദിക്കുന്നത് ബൈജു ചേട്ടൻ്റെ ഫോൺ കോളൊക്കെ ആയിട്ട് വിൻദാസ് ബ്രോയാണ് പറഞ്ഞത്, ഇതിനെ നമുക്ക് മരണം റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു സീൻ വേണം തുടക്കം. അമ്മുമ്മ മോള് അവരുടെ സ്നേഹം മരണം റെഫറൻസ് വെച്ചിട്ട് എന്തെങ്കിലും നീ ഒന്ന് എഴുതാന്ന്. ശരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞ ഐഡിയ എന്നാണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ സീൻ അമ്മുമ്മയും മോളും കൂടെ പാട്ട് കേട്ട് കിടക്കുമ്പോൾ ഒരു ഇമോഷൻസ് പരിപാടി വരുന്നത്. പിന്നെ ക്ലൈമാക്സിലുള്ള മെലോ ഡ്രാമ നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ, ഒന്ന് അപ്പ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള പരിപാടി. അങ്ങനെ കുറേ അവസാനം ആ റീൽ പരിപാടിയൊക്കെ വന്നിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെ കാര്യങ്ങൾ അവിടെ വേണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് കൊടുക്കുന്ന ഇടങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് പലപ്പോഴും. വർക്കാണോ എന്ന്. അപ്പോൾ എനിക്ക് ഒരാളിനോട് പോയിട്ടൊരു അടുത്ത ഒപ്പീനിയൻ എടുക്കാൻ വിപിൻദാസ് ബ്രോ ഉള്ളത് ഭയങ്കര ഗുണമാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് പലപ്പോഴും വിപിനെ അത് കൊള്ളാം, അതവിടെ വന്നത് നന്നായി, അല്ലെങ്കിൽ അത് അങ്ങനെയല്ലടാ, അത് വേണ്ട, നമുക്ക് ഇങ്ങനെ പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി വേറൊരു ഓപ്ഷൻ പറയുമ്പോൾ ചിലപ്പോൾ എനിക്കത് വർക്കാവും. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും അതിൻ്റെ ആ ഒരു സെൻസൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്.